സാറേ നമസ്കാരം. നമസ്കാരം. എന്തോ പരിപാടി? കൃഷി ചെയ്യണ്ടായോ? കൃഷി ചെയ്യാതെ ജീവിക്കാൻ പറ്റുമോ? സാറൊരു കർഷകനാണല്ലേ? എല്ലാം ഉണ്ട് നമ്മൾ. കൃഷിയൊക്കെ ഉണ്ടല്ലേ? ഏത്തവാഴ, പൂവമ്പാഴ, ചുവന്നവാഴ, പിന്നെ കാളി, പൂവമ്പാഴ, വാളാന്തോടൻ എല്ലാം കൃഷി ചെയ്യുന്നുണ്ട്. അപ്പൊ രാവിലെ എത്ര മണിക്ക് ഇറങ്ങും? രാവിലെ 6:30. 6:30. എത്ര മണി വരെ? 2 മണിക്ക്. രാവിലെ 2 മണിക്ക്. രാവിലെ 2 മണിക്ക്, വൈകിട്ട് 2 മണിക്ക്. ഓക്കെ. നമസ്കാരം. കർഷകന്റെ കടയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഇന്ന് ഞാനൊരു പുതിയ കർഷകനെ നിങ്ങൾക്ക് മുൻപിൽ പരിചയപ്പെടുത്തുകയാണ്. 4 ഏക്കറോളം വസ്തുവിൽ കൃഷി ചെയ്യുന്ന ഒരു നന്മ നിറഞ്ഞ ഒരു കർഷകനാണ്. അദ്ദേഹത്തെ ഈ അവസരത്തിൽ പരിചയപ്പെടുത്തുകയാണ്. അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ ആദ്യം തന്നെ സൂചിപ്പിക്കട്ടെ. പത്തനംതിട്ട പുല്ലാട് സ്വദേശിയായ കോട്ടക്കുഴിക്കൽ വീട്ടിൽ റെജി എന്നാണ് ആ കർഷകന്റെ പേര്. നമുക്ക് അദ്ദേഹത്തിന്റെ വിശേഷങ്ങളുമായി മുന്നോട്ട് പോകാം. നമസ്കാരം റെജി സാറേ. നമസ്കാരം സതീഷേ. എന്തുകൊണ്ട് വിശേഷം? കപ്പയുടെ പരിപാടി. റെജി സാറേ നമസ്കാരം. നമസ്കാരം സതീഷേ. ഈ നമ്മുടെ ഇവിടുത്തെ കൃഷിയെ കുറിച്ചുള്ള വിവരങ്ങൾ പ്രേക്ഷകരോട് പങ്കുവയ്ക്കാമല്ലോ? പങ്കുവയ്ക്കാം. ആദ്യം ഒരു നിമിഷം സ്വയം ഒന്ന് പരിചയപ്പെടുത്താമോ? റെജി വർഗീസ്. വീട്ടുപേര്? കോട്ടക്കുഴിക്കൽ. എവിടെയാണ് സ്ഥലം? കുറവൻകുഴി. എത്ര വർഷമായി കൃഷി ചെയ്യുന്നു? എൻ്റെ ഫാദർ പോലെ കൃഷിയാണ്. ഫാദറിന് വയ്യാതെ കിടക്കാണല്ലേ? കർഷകനാണ്. പിന്നെ റെജി സാറ് എന്തായിരുന്നു നേരത്തെ ചെയ്തുകൊണ്ടിരുന്നത്? നേരത്തെ ഞാൻ ഗൾഫിലുണ്ടായിരുന്നു, കുലാലുണ്ടായിരുന്നു. എത്ര വർഷം ഗൾഫിൽ ജോലി ചെയ്തു? 2 വർഷം. അതിനുശേഷം അത് കഴിഞ്ഞ് ഇവിടെ കമ്പനിയിൽ ജോലിയൊക്കെ ആയിരുന്നു. എവിടെ? 10-12 വർഷമാണ് കൃഷി പരിപാടി. എവിടെയായിരുന്നു ജോലി? ഖത്തറിലായിരുന്നു. അതിനുശേഷം പൂനെയിലോ? പൂനെയിൽ. അതെന്തോ കമ്പനിയിലായിരുന്നു? വെൽഡിംഗ് സെക്ഷൻ ആയിരുന്നു അല്ലേ? അതിനുശേഷം നാട്ടിലെത്തി. സ്വന്തമായിട്ട് ഓട്ടോറിക്ഷയുണ്ട്. എവിടെയാണ് സ്റ്റാൻഡ്? പുല്ലാട്. അപ്പൊ ഈ ഓട്ടോ ഓടിക്കുന്ന സമയത്തും ഇവിടെ കൃഷി എപ്പോഴാണ് ചെയ്യുന്നത്? 3 മണിയാകുമ്പോൾ ഇറങ്ങും. രാവിലെ ഇറങ്ങും. എത്ര മണിക്ക് ഇറങ്ങും? 6:30 ആകുമ്പോൾ. അപ്പം ഫുഡൊക്കെ എന്നിട്ട് ശേഷം വീട്ടിൽ ചെന്നാണോ കഴിക്കുന്നത്? രാവിലെ 6:30 മുതൽ എത്ര മണി വരെ കൃഷിയിടത്തിൽ? 8:30 വരെ. എത്ര ഏക്കറിലുണ്ട് കൃഷി? മൊത്തം കൃഷി 4 ഏക്കറോളം വരും. അതപ്പം സ്വന്തം പുരയിടമാണോ? എല്ലാം പാട്ടത്തിനാണ്. അപ്പം കൃത്യമായി പാട്ടം നമ്മൾ കൊടുത്ത് ആണ് കൃഷി ചെയ്യുന്നത്. പിന്നെ ഈ കൃഷിയിലോട്ട് ഇറങ്ങാനുള്ള പ്രചോദനം എന്താണ്? അച്ഛൻ്റെ ഒരു പാരമ്പര്യം നോക്കുക. അതിലുപരി കൃഷിയോട് ഭയങ്കര താല്പര്യമുള്ള ആളാണല്ലേ? അല്ലെങ്കിൽ ഈ ഓട്ടോയുമായിട്ട് ബന്ധപ്പെട്ട് വെളിയിൽ നിന്ന് വന്നിട്ട് ഒരു പ്രവാസിയായിട്ട് നാട്ടിലെത്തി അങ്ങനെ കൃഷി ചെയ്യണമെന്നൊരു താല്പര്യം തന്നെ അധികമായ കൃഷിയോടൊരു താല്പര്യം ഉള്ളതുകൊണ്ട്. അതെ, നമ്മള് ഈ വേറെ മറ്റൊരു കാര്യം, ഈ പുരയിടം എല്ലാം വൃത്തിയായി സൂക്ഷിക്കാനും റൈസാറ് കരുതലോടാ ചെയ്യുന്നത് അല്ലേ? കാടൊന്നുമില്ലാതെ. കപ്പ ഇപ്പം കച്ചവടത്തിലാണല്ലേ? അപ്പൊ ആരാണ് ഇത് വാങ്ങാൻ വരുന്നത്? കടക്കാര് വരുന്നുണ്ട്. ഏത്തവാഴയുണ്ട്. അത് നമ്മുടെ ഇവിടെ തന്നെയാണോ എല്ലാം പുരയിടവും? വേറെയുണ്ട്. വേറെ എത്ര? മറ്റൊരു 3 കൃഷി ചെയ്യുന്നുണ്ട്. തനിയാണോ ചെയ്യുന്നത്? വേറെ പണിക്കാരൊന്നും ഇല്ല? അത്യാവശ്യമുള്ളത് മാത്രം. അതുപോലെ കട്ടിപ്പണിയാണെങ്കിൽ മാത്രം വിളിക്കും അല്ലേ? അപ്പൊ ഈ കൃഷിയോട് ഇത്ര ഒരു ഇൻട്രസ്റ്റ് തോന്നാൻ? ജീവിക്കാൻ പറ്റില്ല. കൃഷിയില്ലെങ്കിൽ മനുഷ്യന് ജീവിക്കാൻ പറ്റില്ല. വളമൊന്നും ഇല്ലാതെ നല്ല സാധനം കഴിക്കാൻ പറ്റും. ഇപ്പൊ ഇത് നോക്കി, ഇത് പറിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ അടുത്ത കപ്പ ഇട്ടു അല്ലേ? അവിടെ അത് പറിച്ചു കഴിഞ്ഞു ഉടനെ തന്നെ അപ്പുറത്തും കപ്പ ഇട്ടേക്ക്. വെള്ളം കോരുന്നുണ്ട്. ഈ കണ്ടത്തിലും വെള്ളം കോരേണ്ടി വരുമോ? വറവ് സീസണല്ല. പിന്നെ ഈ കൃഷിക്ക് ഭീഷണികൾ എന്തൊക്കെയാണ്? പന്നി ശല്യമാണ്. അവിടെ അപ്പുറത്തെ ഭാഗത്തെല്ലാം പന്നി വന്നിട്ടുണ്ട്. നശിപ്പിച്ചിട്ട് പന്നി അടിയിച്ച് വാരിഞ്ഞ് പോരുക. ഒരു 5-10 വന്ന് കയറി ആ കപ്പ, അവിടെ പുതിയ കപ്പയാണ്, അതും കളഞ്ഞു.
ഇവരെ ഇപ്പം കപ്പ പറിച്ചുകൊണ്ടിരിക്കും അതിന്റെ മൂലം കളഞ്ഞു. ഈ ഫെൻസിങ് ഒക്കെ മെയിനായിട്ട് ഫെൻസിങ് ഒക്കെ ഇട്ടിട്ടുണ്ടോ? ഇട്ടിട്ടുണ്ട്. എന്നാൽ അതിന്റെ ഇടയ്ക്കൂടെ കയറുന്നില്ല. ഇടയ്ക്കൂടെ കയറും. ശരിക്കും ഒരു നമ്മുടെ കേരളത്തിലെ കർഷകരെ സംബന്ധിച്ച് വളരെ ഒരു ദുരിതം എന്ന് പറഞ്ഞാൽ പന്നിശല്യമാണ് അല്ലേ? മെയിൻ അതാ പന്നി ഇല്ലെങ്കിൽ നമ്മുടെ രക്ഷപ്പെടും. പന്നി ഇല്ലെങ്കിൽ നമുക്കിവിടെ കൃഷി എല്ലാവരും കൃഷിയിൽ നിന്ന് പിന്മാറാൻ തന്നെ കാരണം ഈ പന്നിയുടെ വിഷയമാണല്ലേ? മെയിൻ പന്നിയാണ്. ഒരു അതിനകത്ത് പുതിയ കപ്പയാണ് ഇട്ടേക്കുന്നത്, അപ്പുറത്ത് അങ്ങിട്ടേക്കുന്നത്. അതിനകത്ത് ഇന്നലെ വന്ന് കയറി അല്ലേ? പിന്നെ ഇപ്പം ആഹാരമെല്ലാം കഴിഞ്ഞോ? കഴിഞ്ഞില്ല. 10:30 ആകുമ്പോ ഇറങ്ങും. അപ്പം എന്നിട്ട് വെയിലാവുമ്പോ കയറിപ്പോവും. എന്നിട്ട് ഓട്ടോയുമായി ഇറങ്ങും. അപ്പം വീട്ടില് വൈഫും ഒക്കെ വൈഫ് കുട്ടികൾ എത്ര പേരാണ്? 2 പേരാണ്. വിവാഹിതരാണോ? ഒരാൾ വിവാഹം കഴിച്ചതാണ്. അപ്പം വൈഫൊക്കെ ഈ കൃഷിയോട് അതുപോലെ താല്പര്യമുണ്ടോ? എല്ലാ കാര്യങ്ങളും നോക്കിക്കോളും. നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും അവിടെ തയ്യാറാക്കി വെച്ചേക്കും അല്ലേ? പിന്നെ ഈ സാറേ മറ്റൊരു കാര്യം, നമ്മുടെ ഇപ്പം ഈ പന്നിശല്യം വിളകൾക്ക് വരുന്ന ഓരോ നാശങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിന് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് കൃഷി വകുപ്പിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും സഹായം നമുക്ക് ലഭിച്ചിട്ടുണ്ടോ? ഞാൻ ഈ പാട്ടത്തിനടുത്തതായോണ്ട് അവരാരും തരുന്നൊന്നുമില്ല. അവർ തരില്ല. നമ്മുടെ സ്വന്തം ഭൂമി അല്ലല്ലോ. സ്വന്തം ഭൂമിയല്ല. ഈ സ്വന്തം ഭൂമി ഉണ്ടെങ്കിൽ മാത്രമേ ഈ സബ്സിഡി കൊള്ളാൻ നമ്മുടെ അറിവ്. അല്ല, എന്നാലും കൃഷിഭവനുമായി ബന്ധപ്പെട്ടിട്ടുണ്ടോ? ബന്ധപ്പെടണം. കാരണം കൃഷിഭവനിൽ നിന്ന് പല സ്കീമുകളിൽ ആനുകൂല്യങ്ങളൊക്കെ കിട്ടാം. അത് നമ്മൾ ഇടയ്ക്ക് ബന്ധപ്പെടുക, അല്ലെങ്കിൽ ആരെങ്കിലും വഴി പഞ്ചായത്ത് മെമ്പർ വഴിയോ എന്തെങ്കിലുമൊക്കെ ബന്ധപ്പെടുന്ന ഉചിതമായിരിക്കും. അപ്പം കൃഷിഭവനിൽ നിന്ന് കിട്ടിയാൽ അത് സന്തോഷമായി സ്വീകരിക്കുമല്ലോ. സർക്കാരിൽ നിന്ന് കിട്ടിയാൽ സന്തോഷമായി സ്വീകരിക്കുമല്ലോ. ഈ വിളയൊക്കെ ഇൻഷുറൻസ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. അതൊക്കെ ചെയ്യുന്ന ഒരു സ്കീമുണ്ട്. പോയിട്ടില്ല അതിനെക്കുറിച്ചല്ലേ? പിന്നെ മറ്റൊരു കാര്യം, എനിക്കിപ്പം പുതിയ തലമുറയോട് കൃഷിയെ സംബന്ധിച്ച് അങ്ങക്ക് എന്താണ് പറയാനുള്ളത്? കൃഷിയാണ് നമുക്ക് താല്പര്യമുള്ളത്. എല്ലാവരും കൃഷി ഒരു കുറച്ചൊക്കെ ഭാഗമെങ്കിലും നമുക്ക് കൃഷി വേണം. ശരിയാണ്. അല്ലെ പിന്നെ മുമ്പോട്ടുള്ള ജീവിതം തന്നെ ഇതാവും. ജീവിതം ഇതായിപ്പോ. കൃഷിയില്ലാതെ എന്ത് ചെയ്യും? കൃഷിയില്ലെങ്കിൽ എന്താവും അല്ലേ? എന്തെങ്കിലും കൃഷി ചെയ്താൽ പറ്റില്ല. എല്ലാവരും കൃഷി ചെയ്ത് അവരുടെ കാര്യങ്ങളും മറ്റുള്ളവർക്ക് കൊണ്ട് കൊടുക്കാൻ ശ്രമിക്കുക. അതെ, തീർച്ചയായിട്ടും. എന്തായാലും തീർച്ചയായിട്ടും അതെ. അങ്ങയോട് ഈ അവസരത്തിൽ കർഷകരുടെ നന്ദി അറിയിക്കുകയാണ്. ഇങ്ങനെ ഒരു വീഡിയോ നൽകിയതിൽ അതിയായ സന്തോഷവും നന്ദിയും ഈ അവസരത്തിൽ അറിയിച്ചുകൊള്ളുന്നു. നന്ദി. സന്തോഷം.